നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടൈപ്സ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ആന്റികോയാഗുലൻസ് ആണ്. നമ്മൾ കുറച്ച് ആന്റികോയാഗുലൻസ് പറഞ്ഞു. HD ഹീമോഡയാലിസിസ് തെറാപ്പിയിൽ യൂസ് ചെയ്യുന്ന ആന്റികോയാഗുലൻസ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ആന്റികോയാഗുലൻസ് യൂസ് ചെയ്യാനുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് കൂടിയാണ് നമ്മളിവിടെ പറയുന്നത്. നമ്മൾ പറഞ്ഞു UFH അൺഫ്രാക്ഷനേറ്റ് ഹെപ്പാരിൻ, അത് കുറെ കൂടെ സേഫ് ആണ്. ആന്റികോയാഗുലേഷൻ എഫക്ട് പെട്ടെന്ന് ഡിസിപ്പേറ്റഡ് ആവുന്നു, റാപ്പിഡ്ലി നമുക്ക് എല്ലായിടത്തേക്കും എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് UFH. അതുപോലെ ലോ കോസ്റ്റ് ആണ്, നമുക്ക് ലോ കോസ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആന്റികോയാഗുലന്റ് ആണ് അൺഫ്രാക്ഷനേറ്റ് ഹെപ്പാരിൻ എന്ന് പറയുന്നത്. ഇനി ലോ മോളിക്കുലാർ വെയിറ്റ് ഹെപ്പാരിൻ, LMWH എന്ന് പറയും. അതിന് നമുക്ക് അനോക്സ് ഹെപ്പാരിൻ എന്ന് പറയാം. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഒരു സിംഗിൾ ഇഞ്ചക്ഷൻ ആണ്, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സിംഗിൾ ഇഞ്ചക്ഷനിൽ ആ ഒരു എഫക്റ്റ് ഈ അനോക്സ് ഹെപ്പാരിൻ കാണിക്കുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ഹെപ്പാരിൻ കോട്ടഡ് ഡയലൈസർ, അതായത് സിസ്റ്റമിക് ആയിട്ടുള്ള ഹെപ്പാരിനൈസേഷൻ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഡോസ് നോക്കി ലോ ഡോസിൽ ഇങ്ങനെ ഹെപ്പാരിൻ കൊടുക്കുന്നത്, അതായത് ആന്റികോയാഗുലന്റ് കൊടുക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഹെപ്പാരിൻ കോട്ടഡ് ആയിട്ടുള്ള ഒരു ഡയലൈസർ യൂസ് ചെയ്യുന്നത്. ആ ഹെപ്പാരിൻ കോട്ടഡ് ഡയലൈസറിലൂടെ ബ്ലഡ് പോകുമ്പോൾ അവിടെ എന്താണ് നോർമലി ആന്റികോയാഗുലന്റ് എഫക്റ്റ് വരികയും ബ്ലഡ് ക്ലോട്ട് പ്രിവെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി വരുന്നതാണ് 3 മെയിൻ ടൈപ്പ് ഓഫ് ആന്റികോയാഗുലന്റ് മെഡിക്കേഷൻസ് ഫോമിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 3 മെയിൻ ടൈപ്സ് ഓഫ് ആന്റികോയാഗുലൻസ് ആണ്. ഒന്ന് വിറ്റമിൻ K ആന്റഗോണിസ്റ്റുകളാണ്. വിറ്റമിൻ K എന്ന് പറയുന്ന വൈറ്റമിൻ നമുക്കറിയാം, K വൈറ്റമിൻ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. അപ്പൊ വിറ്റമിൻ K ആന്റഗോണിസ്റ്റുകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിറ്റമിൻ Kയുടെ ബ്ലഡ് ക്ലോട്ടിങ്ങിനുള്ള എബിലിറ്റി അത് ഡിസ്ട്രോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിറ്റമിൻ K ആന്റഗോണിസ്റ്റുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടിയുള്ള വിറ്റമിൻ K ആ ഒരു ബ്ലഡ് ക്ലോട്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്ലഡ് കൊയാഗുലേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ വരുന്നത് ഡയറക്ട്ലി നമുക്ക് ഓറലി ആയിട്ടുള്ള ആന്റികോയാഗുലൻസ് ആണ്. DOCSS എന്ന് പറയും, ഡയറക്റ്റ് ഓറൽ ആന്റികോയാഗുലൻസ്. നമുക്ക് ഓറലി കഴിക്കാൻ പറ്റുന്ന ടാബ്ലറ്റ് ഫോമിലുള്ള ആന്റികോയാഗുലൻസ്. പിന്നെ വരുന്നതാണ് ലോ മോളിക്കുലർ വെയിറ്റ് ഹെപ്പാരിൻസ്, നമ്മൾ പറഞ്ഞതാണ് LMWH. ഇപ്പൊ നമ്മള് ആന്റികോയാഗുലേഷൻ തെറാപ്പിയിൽ നമ്മൾ ഓറൽ പറഞ്ഞു, ഡയറക്റ്റ് ഓറൽ ആന്റികോയാഗുലൻസ്. അത് സാധാരണഗതിയിൽ ഒരു 60 വയസ്സിൽ താഴെ നമുക്ക് ഹാർട്ട് ഡിസീസസ് ഹാർട്ട് ഡിസീസ് ഉള്ളവരിൽ നമ്മളത് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇല്ലാത്ത 60 വയസ്സിൽ താഴെയുള്ള പേഷ്യൻസിന് നമ്മളത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓറൽ ആന്റികോയാഗുലൻസ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് യൂണിറ്റ് 1 നമ്മൾ പറഞ്ഞത്. ഇപ്പൊ യൂണിറ്റ് 1 നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒന്ന് ഹീമോഡയാലിസിസിനെ പറ്റി നമ്മൾ പറഞ്ഞു. അതിൽ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള എങ്ങനെയാണ് ഡയാലിസിസ് മെഷീൻ അല്ലെങ്കിൽ പേഷ്യന്റിനെ എങ്ങനെ മോണിറ്റർ ചെയ്യാം, ഡയാലിസിസിന്റെ ടൈം പീരീഡിൽ എങ്ങനെ പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യാം, പേഷ്യന്റിനെ എങ്ങനെ അസസ് ചെയ്യാം ഡ്യൂറിങ് ഡയാലിസിസ് അല്ലെങ്കിൽ അതിന് മുന്നേ അത് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ പേഷ്യന്റിനെ അസസ് ചെയ്യാം, ലാബ് ഡാറ്റ എങ്ങനെ അനാലിസിസ് ചെയ്യാം, പിന്നെ അക്യൂട്ട് ആൻഡ് ക്രോണിക് ഡയാലിസിസ് പ്രിസ്ക്രിപ്ഷൻ, അതിൽ വരുന്ന ഡിഫറൻസ്, അവിടെ യൂസ് ചെയ്യുന്ന ആന്റികോയാഗുലേഷൻ കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ ഡയാലിസിസ് പേഷ്യൻസ് കോമൺ ആയിട്ട് എടുക്കുന്ന മെഡിക്കേഷൻസിനെ പറ്റി പറഞ്ഞു. ന്യൂട്രീഷൻ മാനേജ്മെന്റ്, ഡയാലിസിസ് പേഷ്യന്റ് ഒരു റീനൽ ഡയറ്റീഷ്യന്റെ അടുത്ത് പോയിട്ട് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ അല്ലെങ്കിൽ ഡയറ്റ് ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വേണം ന്യൂട്രീഷൻ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്ത് പ്രോട്ടീൻ, അതിൽ വരുന്ന മിനറൽസ്, ഫ്ലൂയിഡ് ഇൻടേക്ക് എല്ലാം പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് മാനേജ് ചെയ്ത് വേണം ന്യൂട്രീഷ്യൻസ് ഫുഡ് കഴിക്കാൻ. ആ ഒരു കാര്യം പറഞ്ഞു. പിന്നെ ആന്റികോയാഗുലേഷൻ, അതിൽ തന്നെ കൊയാഗുലേഷൻ പറഞ്ഞു, എങ്ങനെയാണ് ബോഡിയിൽ ബ്ലഡ് ക്ലോട്ട് ഫോം ആവുന്നതെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് ആന്റികോയാഗുലേഷൻ എന്താന്ന് പറഞ്ഞു, നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആന്റികോയാഗുലേഷൻ ഡ്രഗ്സ് അല്ലെങ്കിൽ ആന്റികോയാഗുലേഷന് വേണ്ടി ഡയാലിസിസ് ടൈമിൽ യൂസ് ചെയ്യുന്ന മെഡിക്കേഷൻസ്. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് 1 ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.